प्रिय बच्चे नमस्ते। सभी अपने अपने घर में सुरक्षित हैं। ओके, आज इकाई 5 में पहला एक पाठ भाग है। पाठ का नाम है आसमान के लिए। अब देखिए, इसमें एक चित्र है। इस चित्र में एक औरत को देखते हैं, दिखाते हैं। इस औरत का नाम तुम लोगों को मालूम है? നിങ്ങൾക്കറിയോ ഈ സ്ത്രീയുടെ ഇവരുടെ പേരെന്താണെന്ന്? യെസ്, कल्पना चावला है। कल्पना चावला के बारे में आप लोगों को क्या क्या मालूम है? കൽപ്പന ചൗളയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുന്നത്? നാസ മെമ്പർ അല്ലേ, ഒരു നാസയിലെ മെമ്പറാണ്. അതുപോലെ കൊളംബിയ മിഷനുമായി ബന്ധപ്പെട്ട് തിരികെ വരുന്ന സമയത്താണ് അവർ മരിക്കുന്നത് അല്ലേ. ആ കാര്യങ്ങളൊക്കെ അറിയാം. अब देखिए प्रस्तुत पाठ भाग। विज्ञान के क्षेत्र में भारतीय नारियों ने महान उपलब्धियां हासिल की है। अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला। इस चित्र में दिखाने वाला इस औरत का नाम है कल्पना चावला। विज्ञान के क्षेत्र में വിജ്ഞാൻ സയൻസ് അല്ലേ. വിജ്ഞാൻ കെ ക്ഷേത്രമേ പറഞ്ഞാൽ സയൻസ് മേഖലയുമായിട്ട് ഭാരതീയ നാരിയോംനെ, ഭാരതീയ നാരി മീൻസ് സ്ത്രീ അല്ലേ, ലേഡി അല്ലേ. അപ്പോൾ വിജ്ഞാൻ കെ ക്ഷേത്രമേ ശാസ്ത്ര സയൻസ് മേഖലയിലെ ഭാരതീയ നാരിയോംനെ ഭാരത സ്ത്രീകൾ മഹാൻ ഉപലബ്ധിയാം പ്രത്യേകമായിട്ടുള്ള നേട്ടങ്ങൾ ഹാസിൽ കി ഹെ കൈവരിച്ചിട്ടുണ്ട്. പ്രത്യേക പദവികൾ അവർ നേടിയിട്ടുണ്ട്. കിസ്നെ? ഭാരതീയ നാരിയോംനെ അല്ലേ. അപ്പോൾ വിജ്ഞാൻ കെ ക്ഷേത്രമേ ഭാരതീയ നാരിയോംനെ മഹാൻ ഉപലബ്ധിയാം ഹാസിൽ കി ഹെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സയൻസ് മേഖലയുമായിട്ട് ഭാരത സ്ത്രീകൾ തങ്ങളുടേതായിട്ടുള്ള പദവികൾ നേടിയിട്ടുണ്ട്. अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. അപ്പോൾ അന്തരീക്ഷ ക്ഷേത്രമേ എന്താ? അന്തരീക്ഷ ക്ഷേത്രം മീൻസ് സ്പേസ് അല്ലേ. സ്പേസിലെ സഫലതാപൂർവക പ്രയോഗ കർക്കെ വിജയകരമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഭാരത് കെ നാം കോ ഭാരതത്തിൻ്റെ പേരിനെ, ഭാരതം എന്ന രാജ്യത്തിൻ്റെ പേരിനെ 4 ചാന്ദ് ലഗാനെ വാലി എന്താ? 4 ചാന്ദ് ലഗാന പറഞ്ഞാൽ തൂവൽ ചാർത്ത് അല്ലേ. അതായത് പ്രശസ്തിയിലേക്ക് ഉയർത്തിയ എന്താണ്? നാരി ഹേ, ഒരു സ്ത്രീയാണ്. ആര്? കൽപ്പന ചൗള, നമ്മുടെ കൽപ്പന ചൗള. അപ്പം എന്താ പറയുന്നത്? അന്തരീക്ഷ ക്ഷേത്രമേ സഫലതാപൂർവക പ്രയോഗ കർക്കെ അല്ലേ, സ്പേസിൽ സഫലതാപൂർവക പ്രയോഗ കർക്കെ വിജയകരമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഭാരത് കെ നാംകോ ഭാരതത്തിൻ്റെ പേരിനെ, അതായത് ഭാരതത്തിലാണ്, നമ്മുടെ ഇന്ത്യയിലാണ് നമ്മുടെ കൽപ്പന ചൗള ജന്മമെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പേസിൽ സഫലതാപൂർവക പ്രയോഗ കർക്കെ വിജയകരമായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? ഭാരത് കെ നാംകോ ഭാരതം എന്ന പേരിനെ 4 ചാന്ദ് ലഖാനെ വാലെ അല്ലേ, തൂവൽ ചാർത്തിയ അല്ലെങ്കിൽ പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ഏക് നാരി ഹേ, ഒരു സ്ത്രീയാണ് നമ്മുടെ കൽപ്പന ചൗള. ഓക്കെ, अब समझ लिया? ओके, इसमें एक प्रश्न भी है। विज्ञान के क्षेत्र के अन्य प्रसिद्ध भारतीयों के नाम बताइए. विज्ञान के क्षेत्र में സയൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അന്യ പ്രസിദ്ധ ഭാരതീയം കെ നാം ബത്തായേ, മറ്റ് ഫേമസ് ആയിട്ടുള്ള ഭാരതീയരുടെ പേരുകൾ പറയാനാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടെത്തി എഴുതുക അല്ലേ. അപ്പോൾ ആരാണ്? CV രാമൻ ഉണ്ട്. അതുപോലെ വരുന്ന മഹത് വ്യക്തികളുടെ പേരുകൾ, ഭാരതത്തിലെ മഹത് വ്യക്തികളുടെ പേരുകൾ കണ്ടെത്തിയിട്ട് എഴുതുക. ഓക്കെ, അതായത് വിജ്ഞാൻ കെ ക്ഷേത്രത്തെ സംബന്ധിച്ച് അല്ലേ, സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്യ പ്രസിദ്ധ മഹാനം കാ നാം അല്ലേ, ഭാരതീയ മഹാനം കാ നാം ലിഖിയെ. ഓക്കെ, അത് എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, नेक्स्ट पैराग्राफ। कल्पना चावला का जन्म हरियाणा के करनाल जिले में हुआ। वे बाल्यकाल से ही परिश्रमी और प्रतिभाशालिनी थी। कल्पना चावला की कल्पनाओं में आकाश और आकाश के पार का संसार रहता था। उनकी कल्पनाओं ने ही उन्हें अंतरिक्ष यात्रा कराई। उनके पिता बनारसी लाल चावला की इच्छा थी कि पुत्री अध्यापिका या डॉक्टर बने, परंतु कल्पना के मन में अंतरिक्ष जगत के रहस्यों को गोलने का सपना था। इसलिए उन्होंने पंजाब इंजीनियरिंग कॉलेज चंडीगढ़ में प्रवेश लिया था। उनका प्रिय विषय अंतरिक्ष विज्ञान था।
ഇനി എന്താ പറയുന്നത്, കൽപ്പന ചൗള ക ജന്മ, കൽപ്പന ചൗളയുടെ ജനനം ഹരിയാനയിലെ കർണാൽ ജില്ലമേ ഹുവ, കർണാൽ ഡിസ്ട്രിക്റ്റിലാണ് അവർ ജനിച്ചത്. വേ ബാല്യകാൽ സേഹി, അവർ ബാല്യകാൽ മീൻസ് ചൈൽഡ്ഹുഡ് അല്ലേ, കുട്ടിക്കാലം മുതൽ സേഹി, കുട്ടിക്കാലം മുതലേ പരിശ്രമി അവർ പ്രതിഭാശാലിനി തി, പരിശ്രമി എന്താ പരിശ്രമം, ഹാർഡ് വർക്ക് ചെയ്യുക അല്ലെ, വർക്ക് ചെയ്യുന്ന അല്ലെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് പോലെ പ്രതിഭാശാലിനി തി എന്താ പ്രതിഭാശാലിനി, ടാലൻറ്റഡ് അല്ലെ, നല്ല കഴിവുറ്റ ഒരു സ്ത്രീയായിരുന്നു നമ്മുടെ കൽപ്പന ചൗള. കൽപ്പന ചൗള കി കൽപ്പനാവുമേം, കൽപ്പന ചൗളയുടെ, കൽപ്പന മീൻസ് ഡ്രീംസ്, സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ കേട്ടോ. അപ്പോൾ കൽപ്പന ചൗളാക്കി കൽപ്പനാവുമേ, കൽപ്പന ചൗളയുടെ സങ്കല്പങ്ങളിലെ ആകാശ് ഔർ ആകാശ് കെ പാർക്ക സെൻസാർ എത്താത്ത, അവരുടെ സ്വപ്നങ്ങളിൽ എന്തായിരുന്നു എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത്, ആകാശ്, ആകാശത്തെക്കുറിച്ചും അതുപോലെ ആകാശ് കെ പാർക്ക, ആകാശത്തിന് പാർ മീൻസ് അക്രോസ്, കുറുകെ അല്ലെങ്കിൽ ആകാശത്തിന് അപ്പുറമുള്ള ഈ സെൻസാർ എത്താത്ത ഒരു, സെൻസർ മീൻസ് വേൾഡ്, ലോകമാണ് അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്താ പറയുന്നത്, കൽപ്പന ചൗളാക്കി കൽപ്പനാവുമേ, കൽപ്പന ചൗളയുടെ സങ്കല്പങ്ങളിലെ എന്താണ്, ആകാശ് ഔർ ആകാശ് കെ പാർക്ക, ആകാശത്തെക്കുറിച്ചും അതുപോലെ ആകാശ് കെ പാർക്ക, ആകാശത്തിനപ്പുറത്തുള്ള എന്താണ് സെൻസാർ എത്താത്തൊരു വേൾഡും സ്വപ്നം അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നു. ഉൻകി കൽപ്പനാവും നേഹി, ഉൻകി അവരുടെ, കൽപ്പനാവും നേഹി അവരുടെ സ്വപ്നങ്ങളാണ്, അവരുടെ സങ്കല്പങ്ങൾ തന്നെയാണ്, ഉനേം അവരെ അന്തരീക്ഷ യാത്രക്കാരായി അവരെ ഈ സ്പേസ് യാത്ര ചെയ്യിപ്പിച്ചത്. ഉൻകെ പിത ബനാറസി ലാൽ ചൗള കി ഇച്ഛാ താ കി, ഉൻകെ പിത അവരുടെ പിതാവായിട്ടുള്ള, പിതാവിൻ്റെ പേരെന്താണ്, കൽപ്പന ചൗള കി പിതാ കാ നാം ക്യാ ഹേ, ബനാറസി ലാൽ ചൗള കി ഇച്ഛാ തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഇച്ഛ മീൻസ് വിഷ് ഓർ ഡിസയർ അല്ലേ, ആഗ്രഹം തി ആയിരുന്നു, കി എന്താ ആഗ്രഹമായിരുന്നത്, പുത്രി അധ്യാപിക, തൻ്റെ പുത്രിയായിട്ടുള്ള കൽപ്പന ചൗള അധ്യാപിക യാ ഡോക്ടർ ബനെ, അധ്യാപികയോ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഡോക്ടറോ ആവണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ കൽപ്പന ചൗള കി പിതാക്കി ഇച്ഛാ താ കി അപ്പനി പുത്രി അധ്യാപിക യാ ഡോക്ടർ ബനെ, ഒരു അധ്യാപികയോ ഡോക്ടറോ ആയിത്തീരണമെന്നായിരുന്നു അവരുടെ പിതാവായിട്ടുള്ള ബനാറസി ലാൽ ചൗളയുടെ ആഗ്രഹം. പരന്തു കൽപ്പനാക്കെ മന്മേ, പരന്തു എന്നാൽ കൽപ്പനാക്കെ മന്മേ, കൽപ്പനയുടെ മനസ്സിലെ, കൽപ്പന ചൗളാക്കെ മന്മേ കൽപ്പന ചൗളയുടെ മനസ്സിലെ അന്തരീക്ഷ ജഗത് കെ രഹസ്യം കോ, അന്തരീക്ഷ ജഗത് കെ, അന്തരീക്ഷ രഹസ്യങ്ങളെ, അന്തരീക്ഷ ജഗത് മീൻസ് അന്തരീക്ഷ ലോകത്തിലെ രഹസ്യം കോ അല്ലേ, ആ സീക്രട്ടുകൾ ഘോൽനേക്ക ഓപ്പൺ ചെയ്യാൻ, ഘോൽന മീൻസ് ടു ഓപ്പൺ ചെയ്യാനുള്ള സപ്നാത്ത എന്താണ്, സ്വപ്നമായിരുന്നു, ഡ്രീംസ് ആയിരുന്നു. അപ്പോൾ കൽപ്പനാക്കി മന്മേ ക്യാ ഹേ, കൽപ്പനാക്കി മന്മേ അന്തരീക്ഷ ജഗത് കെ രഹസ്യം കോ ഘോൽനേക്ക സപ്നാത്ത, അന്തരീക്ഷ ലോകത്തെ തുറന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള, കണ്ടെത്തി അറിയാനുള്ള ഒരു താല്പര്യമായിരുന്നു നമ്മുടെ കൽപ്പന ചൗളയുടെ മനസ്സിൽ. ഇസ്ലിയെ അതിനാൽ ഉനോനെ അവർ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് ചണ്ഡീഗഡ് മേ പ്രവേശ് ലിയാത്ത, അങ്ങനെ അവരെന്ത് ചെയ്തു, പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്, ചണ്ഡീഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ അവർ എന്ത് ചെയ്തു, പ്രവേശനം നേടി. ഉൻകാ പ്രിയ വിഷയ് അന്തരീക്ഷ വിഖ്യാൻത, ഉൻകാ പ്രിയ വിഷയ് അവരുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്തായിരുന്നു, വിഷയ് മീൻസ് സബ്ജക്റ്റ്, അവരുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു അന്തരീക്ഷ വിഖ്യാൻത, എന്തായിരുന്നു, സ്പേസ് സയൻസ് ആയിരുന്നു, വിഖ്യാൻ മീൻസ് സയൻസ്. അപ്പോൾ അന്തരീക്ഷ വിഖ്യാൻത, കൽപ്പന ചൗളാക്കി പ്രിയ വിഷയ് ഖ്യാത്ത, കൽപ്പന ചൗളയുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതായിരുന്നു, അന്തരീക്ഷ വിഖ്യാൻത, അന്തരീക്ഷ വിഖ്യാൻ മീൻസ് സയൻസ്, അന്തരീക്ഷ വിഖ്യാൻ മീൻസ് സ്പേസ് സയൻസ് അല്ലേ, സ്പേസ് സയൻസ് ആയിരുന്നു. ओके नेक्स्ट पैराग्राफ। उन दिनों वैमानिकी और अंतरिक्ष विज्ञान जैसे विषयों में युवतियों की रुचि कम होती थी। अपनी दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अध्ययन करने पर अटिंग रही। उन्होंने बीए की उपाधि प्राप्त की और उच्च शिक्षा के लिए अमेरिका गई। टेक्सास विश्वविद्यालय से इंजीनियरिंग में स्नातकोत्तर तथा कोलोराडो विश्वविद्यालय से ही पीएचडी की उपाधि प्राप्त की। अमेरिका के सर्वोच्च अंतरिक्ष अनुसंधान केंद्र नासा में सन
1988 में वैज्ञानिक रूप में कार्य करने लगी. ഇനി എന്താ പറയുന്നത്, ഉൻ ദിനോം ആ സമയത്ത്, ഉൻ ദിനോം ആ സമയങ്ങളിൽ കൽപ്പന ചൗളയുടെ ആ കാലത്ത് വൈമാനികി ഔർ അന്തരീക്ഷ വിജ്ഞാൻ ജൈസേ വിഷയോമേ, വൈമാനികി എന്ന് പറഞ്ഞാൽ വിമാനത്തെക്കുറിച്ചും അതുപോലെ അന്തരീക്ഷ വിജ്ഞാൻ ജൈസേ അല്ലെ സ്പേസ് സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയോമേ സബ്ജക്റ്റുകളിൽ യുവതിയോം കി രുചി, യുവതികളുടെ രുചി ഇൻട്രസ്റ്റ് കം ഹോത്തീത്തി കുറവായിരുന്നു. അപ്പോൾ അഭിരുചി, അതായത് വിമാനത്തെക്കുറിച്ച് പഠിക്കാനും അതുപോലെ അന്തരീക്ഷ വിജ്ഞാൻ സ്പേസ് സയൻസിനെ കുറിച്ച് അറിയാനുള്ള ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള യുവതിയോം കി രുചി, ആ ലേഡീസിൻ്റെ ആ ഒരു സ്ത്രീകളുടെ ഒരു അഭിരുചി ബഹുത് കം ഹോത്തീത്തി വളരെ കുറവായിരുന്നു. ഓക്കെ, अपनी दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अध्ययन करने पर अडिग रही. अपनी दृढ़ इच्छा, എന്താ അപ്പനി ദൃഢ ഇച്ഛ പറഞ്ഞാൽ തൻ്റെ ദൃഢ ഇച്ഛ, എന്താ ദൃഢ ഇച്ഛ മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള ആഗ്രഹം, അതുപോലെ തന്നെ സങ്കല്പക്കെ കാരൻ, എന്താ സങ്കല്പം മീൻസ് തൻ്റെ സങ്കല്പം അല്ലേ, തൻ്റെ ആ സ്വപ്നങ്ങളൊക്കെ കാരണമാണ് കൽപ്പന ഈ ക്ഷേത്രമേ അധ്യയൻ കർണേക്ക, കൽപ്പന ഈ ഒരു മേഖലയിൽ അധ്യയൻ കർണേക്ക, അധ്യയൻ കർണ മീൻസ് ഇതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് അഡിങ് ഡെഹി ഈ ഒരു മേഖലയിൽ ഈ തൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ സബ്ജക്റ്റ് പഠിക്കാൻ അവർ എന്ത് ചെയ്തത്, അഡിങ് ഡെഹി, അഡിങ് ഡെഹി മീൻസ് സ്ട്രോങ് ആയിട്ട് നിന്നു. അപ്പോൾ എന്തായിരുന്നു കൽപ്പനനെ ഈ ക്ഷേത്രമേ അഡിങ് ഡെഹിനെ का कारण क्या है, കൽപ്പന ഈ മേഖലയിൽ സ്ട്രോങ് ആയി നിൽക്കാനുള്ള കാരണം എന്തായിരുന്നു, അപ്പനി ദൃഢ ഇച്ഛ, തന്നിലുള്ള ദൃഢമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇച്ഛ ആഗ്രഹം, എന്തായാലും സ്പേസ് സയൻസിൽ തൻ്റെ അഭിരുചി തെളിയിക്കണമെന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനും അതുപോലെ തന്നെ സങ്കല്പക്കെ കാരണം അതിയായിട്ടുള്ള ആഗ്രഹം സങ്കല്പം അവരുടെ സ്വപ്നവും കാരണമാണ് എന്തുണ്ടായത്, കൽപ്പന ചൗളാനെ ഈ ക്ഷേത്രമേ അഡിങ് രഹി അല്ലേ. അപ്പം ഈ ദൃഢ ഇച്ഛ ഓർ സങ്കല്പക്കെ കാരണം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. അപ്പം ഈ ദൃഢ ഇച്ഛ ഓർ സങ്കല്പക്കെ കാരണം കൽപ്പന ഈ ക്ഷേത്രമേ അധ്യയൻ കർണേ പർ അഡിങ് രഹി. ഓക്കെ, ഉന്നോനെ BA की ഉപാധി പ്രാപ്തിക്ക്, അങ്ങനെ അവർ എന്ത് ചെയ്തു, അങ്ങനെ പഠിച്ചിട്ട് ഉന്നോനെ അവർ BA की ഉപാധി പ്രാപ്തിക്ക് BA നേടി, BA സർട്ടിഫിക്കറ്റ് നേടി. और उच्च शिक्षा के लिए എന്നിട്ട് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അമേരിക്ക ഗയി, എവിടേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി. അവിടെ ടെക്സാസ് വിശ്വവിദ്യാലയസെ എൻജിനീയറിംഗ് മേ, അങ്ങനെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, വിശ്വവിദ്യാലയം മീൻസ് യൂണിവേഴ്സിറ്റി, ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻജിനീയറിംഗ് മേ സ്നാതകോത്തർ, എൻജിനീയറിംഗിലെ സ്നാതകോത്തർ, എന്താ സ്നാതകോത്തർ ഗ്രാജുവേഷൻ, അതുപോലെ കോളറോഡോ വിശ്വവിദ്യാലയ കോളറോഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഉപാധി PhD സർട്ടിഫിക്കറ്റും പ്രാപ്തിക്ക് അവർ നേടി. अमेरिका के सर्वेच अंतरिक्ष अनुसंधान केंद्र नासा में सन 1988 में वैज्ञानिक रूप में कार्य करने लगी. ഇനി അങ്ങനെ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, അമേരിക്കയുടെ സർവേച്ച് അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര, സർവേച്ച് അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര, അന്തരീക്ഷ സ്പേസ് അനുസന്ധാൻ മീൻസ് റിസർച്ച് കേന്ദ്ര സെൻറ്റർ അല്ലേ. അപ്പോൾ സർവേച്ച് അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്രം എന്ന് പറഞ്ഞാൽ സ്പേസ് റിസർച്ച് സെൻറ്ററിൽ സെൻറ്ററായിട്ടുള്ള നാസയിൽ सन 1988 में അല്ലേ 1988 വൈജ്ഞാനിക രൂപമേ, എന്താണ് വൈജ്ഞാനിക സയൻറ്റിസ്റ്റിൻ്റെ രൂപത്തിൽ കാര്യകരണയിലേക്ക് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഉന്നോനെ अपने दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अडिग रही अല്ലേ. उन्होंने BA की उपाधि प्राप्त की, उसके आगे उन्होंने BA की उपाधि प्राप्त की, BA സർട്ടിഫിക്കറ്റ് നേടി. അതുപോലെ ഉच्च शिक्षा के लिए അമേരിക്ക ഗയി, അങ്ങനെ ഹയർ സ്റ്റഡീസിന് വേണ്ടി അവരെന്ത് ചെയ്തു, അമേരിക്കയിലേക്ക് പോയി. അങ്ങനെ ടെക്സാസ് വിശ്വവിദ്യാലയ എഞ്ചിനീയറിംഗ് മേ സ്നാതകോത്തർ, ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
അവർ എൻജിനീയറിങ്ങിൽ സ്നാതകോത്തർ ഗ്രാജുവേഷനും അതുപോലെ തന്നെ കോളറേഡോ വിശ്വവിദ്യാലയ അല്ലെ കോളറേഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDക്ക് ഉപാധി പ്രാപ്തിക്ക് PhD സർട്ടിഫിക്കറ്റ് അവർ നേടി. അങ്ങനെ അമേരിക്ക കെ സർവേച്ച് അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര നാസാമേ അമേരിക്കയുടെ സർവേച്ച് അല്ലെ സ്പേസ് റിസർച്ച് സെൻറ്റർ നാസയിൽ എന്ത് 1988 വൈജ്ഞാനിക രൂപേ ഒരു സ്പെഷ്യൽ സയൻറ്റിസ്റ്റിൻ്റെ രൂപത്തിൽ അവർ കാര്യകർണയിലേക്ക് അല്ലേ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ പ്രവർത്തിക്കാൻ തുടങ്ങി 1988. ओके, लास्ट पैराग्राफ. कल्पना चावला का सपना 1994 में साकार हो गया जब उन्हें अंतरिक्ष यात्री के रूप में चुन लिया था. 19 नवंबर 1997 को उन्होंने अंतरिक्ष यात्रा की. इस प्रकार वे भारत की पहली महिला अंतरिक्ष यात्री बनी. कल्पना की दूसरी अंतरिक्ष उड़ान 16 जनवरी 2003 को शुरू हुई. वे कोलंबिया मिशन अभियान की यात्रा में मिशन विशेषज्ञ रही. कोलंबिया की उड़ान पर जाने से पूर्व कल्पना ने किसी पत्रिका के संवाददाता से कहा था, परिस्थितियां कैसी भी हो मेहनत करते रहने से सपने साकार होने में सहायता अवश्य मिलती है. കൽപ്പന ചൗള का सपना, അങ്ങനെ നമ്മുടെ കൽപ്പന ചൗളയുടെ സ്വപ്നം 1994 സാക്കാർ ഹോ ഗയ എന്ന് ചെയ്തു, സാക്ഷാത്കരിക്കപ്പെട്ടു. അവർ ആഗ്രഹം നേടി. ജബ് ഉനെ അന്തരീക്ഷ യാത്രയ്ക്ക് ടൂമേ ചുൻ ലിയാത്ത, അതായത് ഉനെ എപ്പോഴാണോ ജബ് ഉനെ പറഞ്ഞാൽ എപ്പോഴാണോ അവർ അന്തരീക്ഷ യാത്രയ്ക്ക് രൂപേ ഒരു അന്തരീക്ഷ യാത്രയുടെ രൂപത്തിൽ ചുൻ ലിയാത്ത സെലക്റ്റഡ് ആയത് 19 നവംബർ 1997 ഉन्होंने अंतरिक्ष यात्रा की. അങ്ങനെ 19 നവംബർ 1997 उन्होंने അവർ अंतरिक्ष यात्रा की സ്പേസ് യാത്ര ചെയ്തു. ഇപ്രകാരം വേ അവർ ഭാരതത്തിലെ പഹലി മഹിള അന്തരീക്ഷ യാത്രി ബനി. ആദ്യത്തെ മഹിള അന്തരീക്ഷ യാത്രി ബനി, ആദ്യത്തെ വനിതാ അന്തരീക്ഷ യാത്രികയായിട്ട് മാറി. കൽപ്പനാക്കി ദൂസരി അന്തരീക്ഷ ഉഡാൻ, അങ്ങനെ ഫസ്റ്റ് അവർ അന്തരീക്ഷ ഉഡാൻ ഏതായിരുന്നു 1996 നവംബർ 19. അങ്ങനെ കൽപ്പനാക്കി ദൂസരി അന്തരീക്ഷ ഉഡാൻ, കൽപ്പനയുടെ രണ്ടാമത്തെ അന്തരീക്ഷ ഉഡാൻ സ്പേസ് യാത്ര ആയിരുന്നു 16 जनवरी 2003 को शुरू हुई അല്ലേ. 2003 ജനുവരി 16 അവർ രണ്ടാമത്തെ अंतरिक्ष यात्रा स्पेस यात्रा वे कोलंबिया मिशन अभियान की यात्रा में मिशन विशेषज्ञ रही. वे कोलंबिया मिशन अभियान की यात्रा अल्ले कोलंबिया मिशन अभियान की यात्रയിലെ മിഷൻ വിശേഷക് രഹി. കൊളംബിയ മിഷൻ ദൗത്യ സംഘത്തിൽ അവരെന്ത് ചെയ്തു, മിഷൻ വിശേഷക് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. കൊളംബിയ കെ ഉഡാൻ പർ ജാനെ സെ പൂർവ്, അങ്ങനെ കൊളംബിയ സ്പേസ് യാത്രയിൽ പോകുന്നതിന് മുൻപ് കൽപ്പന ചൗള എന്ത് ചെയ്തിട്ടുണ്ട്, കിസി പത്രികക്കെ ഏതോ ഒരു മാഗസിനിലെ സംവാദദാതാസെ കഹാത്ത, സംവാദദാത മീൻസ് റിപ്പോർട്ടർ, ഒരു മാഗസിൻ റിപ്പോർട്ടർ, ഏതോ ഒരു പത്രികയുടെ മാഗസിനിലെ റിപ്പോർട്ടറോട് കഹാത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പരിസ്ഥിതിയാം कैसी भी हो मेहनत करते रहने से अपने सपने साकार होने में सहायता अवश्य मिलती है. അവരെന്താ പറഞ്ഞത്, പരിസ്ഥിതിയാം നമ്മുടെ പരിസ്ഥിതിയാം സാഹചര്യങ്ങൾ कैसी भी हो എങ്ങനെ തന്നെ ആയിരുന്നാലും, എന്ത് സാഹചര്യമായിരുന്നാലും മെഹനത്ത് കർത്തേ രഹനേസെ, എന്താ മെഹനത്ത് കർണ, ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ സപ്നെ നമ്മുടെ സ്വപ്നങ്ങൾ സാകാർ ഹോനേമേ സാക്ഷാത്കരിക്കുന്നതിൽ സഹായത ആവശ്യമിൽത്തി ഹേ, നമുക്ക് എപ്പോഴും സഹായം ലഭ്യമാകുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാവണം. ആ ലക്ഷ്യബോധവും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യാനും കൂടിയും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നാണ് നമ്മുടെ കൽപ്പന ചൗള ഒരു മാഗസിനിലെ റിപ്പോർട്ടർക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
പരിസ്ഥിതിയാം കെയ്സി ബി ഹോ അല്ലെ, പരിസ്ഥിതികൾ നമ്മുടെ എങ്ങനെ തന്നെ ആയിരുന്നാലും, സാഹചര്യം എങ്ങനെ തന്നെ ആയിരുന്നാലും, മെഹനത്ത് കർത്തേ രഹിനേസെ നമ്മളെ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ എന്താണ്, സപ്നെ സാഗാർ ഹോനേമേ സഹായത ആവശ്യമില്ലത്തെ, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, आज लिए गए पाठ भाग ध्यान से बार बार पढ़ना. कोई संदेह है तो मुझसे पूछिए. आज की कक्षा मैं यहाँ समाप्त करती हूँ. धन्यवाद.